ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനുവരി 8-ാം തീയതി നടക്കാനിരിക്കുന്ന കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് 3 വർക്ക് സൂപ്പറിൻറ്റൻറ്റ് ഗ്രേഡ് 2വിൻ്റെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് 2009 നടന്ന കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഓവർസിയർ ഗ്രേഡ് 3ലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് അതിലെ 70 മുതൽ 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ് നോക്കാം. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റാങ്കിൻസ് ഫോർമുല ഫോർ മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ്. ഒരു ഫൗണ്ടേഷന്റെ മിനിമം ഡെപ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റാങ്കിൻസ് ഫോർമുല എന്താണ് എന്നുള്ളതാണ്. ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കാം നിങ്ങൾക്ക്. ഫോർമുല ഇതാണ്: മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ഈസ് ഈക്വൽ ടു P/W ഇൻറ്റു 1 - sin phi ബൈ 1 + sin phi ദ ഹോൾ സ്ക്വയർ. ഇനി എന്താണ് പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രോസ് ബെയറിംഗ് കപ്പാസിറ്റിനെയാണ് പി എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ഡബ്ല്യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിറ്റ് വെയിറ്റ് ആണ്, യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ സോയിൽ ആണ് ഡബ്ല്യു. ഫൈ എന്നുള്ള ടേം എന്താണ്? ആംഗിൾ ഓഫ് റിപ്പോസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് റാങ്കിൻസ് ഫോർമുല. ഈ അടുത്ത് നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ചോദ്യം റാങ്കിൻസ് ഫോർമുല എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിൽ മാക്സിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ, മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മനസ്സിലാക്കാം, മിനിമം ഡെപ്ത് ഓഫ് ഫൗണ്ടേഷൻ ആണ് എന്ത് ചെയ്യുന്നത്? റാങ്കിൻസ് ഫോർമുല തരുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്കേർട്ടിംഗ് ഇൻ എ ബാത്റൂം ഷുഡ് ബി അപ് ടു. ഒരു ബാത്റൂമിൽ നമ്മൾ സ്കേർട്ടിങ് കൊടുക്കുകയാണെങ്കിൽ എത്ര ഹൈറ്റ് വരെയാണ് സ്കേർട്ടിങ് കൊടുക്കുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആദ്യം എന്താണ് ഈ സ്കേർട്ടിംഗ് എന്ന് നമ്മൾ പറയണം അല്ലേ? ബാത്റൂമിൽ കൊടുക്കുന്ന സ്കേർട്ടിംഗ് നമുക്കറിയാം. സ്കേർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലൊക്കെ ഫ്ലോറിങ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്ലോറിൻ്റെ സൈഡിലൂടെ ഒരു 4 ഇഞ്ച് തിക്നെസ്സിൽ വെർട്ടിക്കലായിട്ട് ഒരു ടൈല് പ്രൊവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ഫ്ലോറിംഗ് ആണോ ചെയ്തിട്ടുള്ളത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെയർ ഓഫ് സ്റ്റോൺ നമ്മൾ കൊടുക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കേർട്ടിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ബാത്റൂമിൽ നമ്മൾ സ്കേർട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ വാളിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. കാരണം വെള്ളം കൂടുതലായിട്ട് എന്ത് ചെയ്യും? വാളുകളിലൊക്കെ തെറിക്കാതിരിക്കാനും, അതേപോലെ തന്നെ ചെളി പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അതിനെ കഴുകിക്കളയാൻ വേണ്ടിയിട്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും? വാൾ ടൈൽസ് കൊടുക്കാറുണ്ട് ബാത്റൂമിൽ. നമുക്കറിയാം, നമ്മൾ വേറെ ഒരു റൂമിനും എന്ത് ചെയ്യാറില്ല, വാൾ ടൈലുകൾ അത്രയും ഹൈറ്റ് കൊടുക്കാറില്ല. അപ്പം ഇവിടെ ചോദിച്ചിട്ടുള്ളത് അങ്ങനെ വാൾ ടൈൽ കൊടുക്കുന്നത് എത്ര ഹൈറ്റ് വരെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 200 സെന്റിമീറ്റർ ആണ്. ബാത്റൂമിൽ നമ്മൾ കൊടുക്കുന്ന വാൾ ടൈൽ അല്ലെങ്കിൽ സ്കേർട്ടിംഗ് എന്ന് പറയുന്നത് അപ് ടു 2 മീറ്റർ ആണ്, അല്ലെങ്കിൽ 200 സെന്റിമീറ്റർ ആണ്. ഇപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ എടുത്തു പറയാനുള്ള കാരണം നിങ്ങൾക്കറിയാം, ഈ ഓപ്ഷൻ വായിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് അതിന്റെ ആൻസർ 200 സെന്റിമീറ്റർ ആണെന്ന് മനസ്സിലാവും. ആദ്യത്തേത് സീലിംഗ് ആണ്. സീലിംഗ് വരെ നമ്മൾ സാധാരണ ബാത്റൂമിന് കൊടുക്കൂല അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, മുകൾ വരെയും എന്ത് ചെയ്യാറില്ല, കൊടുക്കാറില്ല. കാരണം വെള്ളം കൂടുതലായിട്ടും ടച്ച് വരുന്നത് താഴത്തെ വാളുകളിലും അതേപോലെ തന്നെ ഫ്ലോറിലുമാണ്. ദെൻ 15 സെന്റിമീറ്റർ എബവ് ദ ഫ്ലോർ ലെവൽ നമ്മൾ സാധാരണ പോലെ ഒരു ഫ്ലോറിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് പോലെയാണ് കൊടുക്കുക, അതുമായിരിക്കില്ല. പിന്നെ ലെവൽ ഓഫ് ദ ടാപ്പാണ്. ടാപ്പ് വരെ അല്ല, കുറച്ചും കൂടെ ഹൈറ്റ് കൂട്ടിയിട്ട് നമ്മൾ ബാത്റൂമിലുള്ള സ്കേർട്ടിങ് പ്രൊവൈഡ് ചെയ്യും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ വാൾ ഇൻ എ ഫ്രെയിം സ്ട്രക്ചർ യൂസ്ഡ് ആസ്. ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറിൽ വാൾ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. എന്താണ് ഈ ഫ്രെയിംഡ് സ്ട്രക്ചർ? ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോളത്തിലും ബീമിലും കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്ന ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറാണ്. നമ്മൾ സാധാരണയായിട്ട് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതലായിട്ടും എന്താണ്, ഫ്രെയിംഡ് സ്ട്രക്ചറിലാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത്. എന്തിനാണ് അങ്ങനെ ഫ്രെയിംഡ് സ്ട്രക്ചറിൽ ഉണ്ടാക്കുന്നത്? ഫ്രെയിംഡ് സ്ട്രക്ചറിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്താണ്, അതിന് കൂടുതലായിട്ട് ലോഡ് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കാരണം അത് വെർട്ടിക്കൽ മെമ്പറും ഹൊറിസോണ്ടൽ മെമ്പറിനെയും കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫ്രെയിംഡ് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്താണ് വാളിന്റെ ഉദ്ദേശം എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പോൾ സാധാരണ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചറിന് ബീമും കോളവും ആണ് ഉണ്ടാവുക. പക്ഷെ നമുക്കത് റൂമായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ റൂമായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വാൾസ് പ്രൊവൈഡ് ചെയ്യും അല്ലേ? വാൾസ് സാധാരണയായിട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത് വല്ല ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള എന്തെങ്കിലും മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ
സാധാരണയായിട്ട് വാളുകൾ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ അവിടെ വാളിന് പ്രത്യേകിച്ച് ലോഡ് ബെയർ ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശമൊന്നുമില്ല. കാരണം ലോഡ് എന്ത് ചെയ്യും, ബീമും കോളവും ബെയർ ചെയ്ത് താഴത്തോട്ട് കൊണ്ടുപോയിക്കോളും. അപ്പോൾ അവിടെ എന്തില്ല, വാള് ലോഡ് ബെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ വീടുകളൊക്കെ എടുക്കുകയാണെങ്കിൽ വീടുകൾ കൂടുതലായിട്ടും ഫ്രെയിംഡ് സ്ട്രക്ചർ ആയിരിക്കില്ല. അവിടെ വാൾസിലാണ് എന്ത് ചെയ്യുക, റൂഫിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ടും വാളാണ് എന്ത് ചെയ്യുന്നത്, ലോഡ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് നമ്മൾ ലോഡ് ബിയറിംഗ് വാൾസ് എന്ന് പറയും. പക്ഷെ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൽ നോൺ ലോഡ് ബിയറിംഗ് വാളുകളാണുള്ളത്. അവിടെ ഈ വാളുകൾ ഉപയോഗിക്കുന്നത് പാർട്ടീഷന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ പാർട്ടീഷൻ എന്ന അർത്ഥം വരുന്ന ഒന്നുള്ളത് എന്താണ്, സ്ക്രീനാണ്. അപ്പോൾ സ്ക്രീന് പോലെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ അവിടെ വാൾസ് പ്രൊവൈഡ് ചെയ്യുക. അല്ലാതെ ലോഡ് ബിയറിംഗ് ആയിട്ടല്ല, അല്ലെങ്കിൽ ലോഡ് ബിയറിംഗ് വാളുകളല്ല എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഹൊറിസോണ്ടൽ സ്ട്രക്ചർ മെമ്പർ യൂഷ്വലി ടു സപ്പോർട്ട് എ മേസണറി ഓവർ ദ ഓപ്പണിംഗ് ഈസ് കോൾഡ് ആസ്. ഒരു ഓപ്പണിങ്ങിന്റെ മുകളിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഹൊറിസോണ്ടൽ സ്ട്രക്ചറൽ മെമ്പർ, അതെന്താണ് ചെയ്യുന്നത്, ആ ഓപ്പണിങ്ങിന്റെ മുകളിൽ വരുന്ന മേസണറിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തുന്നു എന്നുള്ളതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഒരു ലിൻഡലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പൊ നമ്മൾ ഓപ്പണിങ്ങിന്റെ മുകളിൽ കൊടുക്കുന്നത് എന്താണ്, ലിൻഡലാണ്. എന്താണ് ലിൻഡൽ? ലിൻഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി അതൊരു ബീമാണ്. അപ്പൊ നമുക്കറിയാം ബീമിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ മുകളിൽ വരുന്ന ലോഡിനെ അതെന്ത് ചെയ്യും, അതിന്റെ രണ്ട് അബട്ട്മെന്റ് സൈഡുകളിലേക്ക് അല്ലെങ്കിൽ രണ്ട് എക്സ്ട്രീം സൈഡുകളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യും. അവിടെ ലോഡ് ബിയറിംഗ് വാളുകളാണ് എന്നുണ്ടെങ്കിൽ ആ വാളിലോട്ട് ആ ലോഡ് ട്രാൻസ്ഫർ ചെയ്യും, അത് താഴത്തോട്ട് പോകും. അപ്പൊ ലിൻഡല് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ബീമാണ്. അപ്പോൾ നമ്മൾ ആ ഓപ്പണിങ്ങിൽ സാധാരണ ചിലപ്പോൾ അത് വെറും ഓപ്പണിംഗ് ആയിരിക്കും, ചിലപ്പോൾ അവിടെ ഡോറ് കൊടുക്കും, ചിലപ്പോൾ അവിടെ വിൻഡോ കൊടുക്കും അല്ലെ, അങ്ങനെ എന്ത് സ്ട്രക്ചറും കൊടുക്കും. അപ്പൊ സാധാരണ വിൻഡോയുടെയും അല്ലെങ്കിൽ ഡോറിന്റെ ഒക്കെ മുകളിൽ വെറുതെ കൊണ്ടുപോയിട്ട് നമ്മൾ ബ്രിക്ക് മേസണറി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊളിഞ്ഞു വീഴും. സ്വാഭാവികമായിട്ടും മരത്തിനൊന്നും അത്രയും ലോഡ് താങ്ങാനുള്ള കഴിവ് ഉണ്ടാവില്ല അല്ലേ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ മുകളിലായിട്ട് എന്ത് ചെയ്യും, ഒരു ബീം കൊടുക്കും. ആ ബീമിനെയാണ് നമ്മൾ ലിൻഡൽ എന്ന് പറയാം. ഇനി നോക്കുക, ലിൻഡൽ എപ്പോഴും പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ മുകൾ ഭാഗത്ത് ഓപ്പണിങ്ങിന്റെ മുകളിൽ കൃത്യം അതേ രീതിയിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ അല്ല, കുറച്ച് ഭാഗം രണ്ട് സൈഡിലേക്കും കയറി നിൽക്കും. സാധാരണയായിട്ട് ഇത് കൊടുക്കാറുള്ളത് 22.5 സെന്റിമീറ്റർ ആണ്. 22.5 സെന്റിമീറ്റർ ആണ് എന്ത് ചെയ്യുക, സാധാരണ ഈ ഒരു ബെയറിംഗ് കൊടുക്കാറുള്ളത്. ഈ പ്രൊജക്ഷൻ, എക്സ്ട്രാ പ്രൊജക്ഷൻ, അതിനാണ് നമ്മൾ ബെയറിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട മറ്റൊരു ടേം സ്ട്രിങ്ങർ ബീമാണ്. എന്താണ് ഈ സ്ട്രിങ്ങർ ബീം? സ്ട്രിങ്ങർ ബീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ ബ്രിഡ്ജുകൾക്കൊക്കെ പറയാറുള്ള ഗർഡേഴ്സ് ആണ് ശരിക്കും സ്ട്രിങ്ങർ ബീം എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ബീം, അത് ക്രോസ് സെക്ഷനലല്ല, മറിച്ച് എന്താണ് ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ബീമാണ് ശരിക്കും സ്ട്രിങ്ങർ ബീം എന്നുള്ളത്. നമുക്ക് ശരിക്കും ഒരു ബ്രിഡ്ജിലൊക്കെ ഗേർഡേഴ്സ് പോലെയാണ് ശരിക്കും സ്ട്രിങ്ങർ ബീം വർക്ക് ചെയ്യുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ ഡയറക്ഷനിലായിരിക്കും. അതിന്റെ മുകൾ ഭാഗത്തായിട്ടാണ് എന്ത് ചെയ്യുക, ഡെക്ക് സ്ലാബ് വരിക അല്ലെങ്കിൽ ഡെക്ക് വരിക. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ട്രിങ്ങർ ബീം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഷ്യോ ബിറ്റ്വീൻ ടു അഡ്ജസന്റ് സൈഡ്സ് ഓഫ് എ ഷീറ്റ്. ഒരു ഡ്രോയിങ് ഷീറ്റിന്റെ രണ്ട് അഡ്ജസന്റ് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ് എന്നുള്ളത്. ഇത് ഒന്നെങ്കിൽ നമുക്ക് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ഇതിന് ആൻസർ 1:√2 ആണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡ്രോയിങ് ഷീറ്റ് എടുത്ത് നോക്കി അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും. എങ്ങനെ? നമുക്കറിയാം, ഒരു A4 ഷീറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 210/297 ആണ്. 210/297 ആണ് A4 സൈസ്. അപ്പൊ അതിൽ 210നെ 1 ആയിട്ട് എടുക്കുക, 297നെ എന്ത് ചെയ്യുക, അതിന്റെ ബാക്കി ഭാഗം എത്ര ഉണ്ട് നോക്കുക. അപ്പൊ നമുക്ക് 297 ഡിവൈഡഡ് ബൈ 210 എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1.41 എന്ന് കിട്ടും. ഈ 1.41 എന്നുള്ളത് √2ന് ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി എന്ത്, രണ്ട് സൈഡുകൾ തമ്മിലുള്ള, ഒരു ഡ്രോയിങ് ഷീറ്റിന്റെ രണ്ട് സൈഡുകൾ തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:√2 ആണ്. അത് ഏത് ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് കിട്ടും. കട്ടിംഗ് അലവൻസ് നമ്മൾ സാധാരണ A1നും A2നും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, കട്ടിംഗ് അലവൻസ് എടുക്കാറുണ്ട്. ആ കട്ടിംഗ് അലവൻസ് ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്കെയിൽ യൂസ്ഡ് ഫോർ ഡ്രോയിങ് ദ ആക്ച്വൽ സൈസ് ഓഫ് ആൻ ഒബ്ജക്ട് ഇൻ എ പേപ്പർ ഈസ്. ഒരു പേപ്പറിൽ ഒരു ഒബ്ജക്റ്റിന്റെ ആക്ച്വൽ സൈസ് ഡ്രോ ചെയ്യണം. ആക്ച്വൽ സൈസ് എന്ന് പറഞ്ഞാൽ അവിടെ എത്രയാണോ നീളമുള്ളത് അത് തന്നെ എന്ത് ചെയ്യണം, ഷീറ്റിലോട്ട് വരയ്ക്കണം. അങ്ങനെ ആക്ച്വൽ സൈസ് നമുക്ക് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന സ്കെയിലിനെയാണ് നമ്മൾ ഫുൾ സൈസ് സ്കെയിൽ എന്ന് പറയാം. അവിടെ എന്തില്ല, കൂട്ടാനും ഇല്ല കുറയ്ക്കാനും ഇല്ല, എന്താണ്, ഫുൾ സൈസിൽ തന്നെ എന്ത് ചെയ്യുക, ആ സ്കെയിലിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വരയ്ക്കുകയാണ്. ഇനി വാട്ട് ഈസ് റെഡ്യൂസ്ഡ് സ്കെയിൽ ആൻഡ് എൻലാർജ്ഡ് സ്കെയിൽ? റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ റെഡ്യൂസ് ചെയ്ത് നമുക്ക് വരയ്ക്കണം. ഓക്കെ, അവിടെയുള്ള എത്രയാണോ അതിനേക്കാൾ കുറച്ച് എന്ത് ചെയ്യണം, ഷീറ്റിൽ വരയ്ക്കണം. അതിനെ നമ്മൾ റെഡ്യൂസ്ഡ് സ്കെയിൽ എന്ന് പറയും. വാട്ട് ഈസ് എൻലാർജ്ഡ് സ്കെയിൽ? എത്രയാണോ ഒബ്ജക്റ്റിന്റെ നീളമുള്ളത് അതിനേക്കാൾ വലുതാക്കി നമുക്ക് ഷീറ്റിൽ വരയ്ക്കണം. ഒരു സ്ക്രൂ എടുക്കാന്ന് വിചാരിക്കുക, സ്ക്രൂ. അപ്പോൾ സ്ക്രൂവിന്റെ സൈസ് വളരെ ചെറുതായിരിക്കും, പക്ഷെ ഷീറ്റിൽ വരയ്ക്കുമ്പോൾ വലുതാക്കി വരയ്ക്കണം. അപ്പോൾ അതിനെ എന്ത് ചെയ്യും, എൻലാർജ്ഡ് സ്കെയിൽ എടുക്കും.
ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആക്ച്വൽ ലെങ്ത് 2 meter ഓഫ് an object is represented 10 mm in the drawing. The representative fraction is 2 meter നീളമുള്ള ആക്ച്വൽ നീളമുള്ള ഒരു ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് 10 mm ആയിട്ടാണ്. അപ്പൊ അതിന്റെ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മാപ്പ് ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ് ആണ്. മാപ്പിൽ എത്രയാണോ നീളമുള്ളത് ഡിവൈഡഡ് ബൈ ഗ്രൗണ്ട് ഡിസ്റ്റൻസ്. അപ്പൊ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ നമുക്ക് സിംപ്ലി എന്ത് ചെയ്യാം, ഒരു സ്കെയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നോക്കാം, മാപ്പിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്, റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് 10 mm ആയിട്ടാണ്. സോ 10 mm ഡിവൈഡഡ് ബൈ ആക്ച്വൽ ലെങ്ത് 2 meter ആണ്, 2 meter. അപ്പൊ എന്ത് ചെയ്യണം, രണ്ടിനെയും ഒരേ യൂണിറ്റിലേക്ക് കൊണ്ടുവന്നാലാണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ ചെറിയ യൂണിറ്റ് mm ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിനെയും mm-ലേക്ക് കൊണ്ടുവരാം. ഇപ്പൊ 10 mm 10 ഡിവൈഡഡ് ബൈ 2 മീറ്ററിനെ mm-ലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 1000 ചെയ്യാം. അതായത് സെന്റിമീറ്റർ ആക്കാൻ ഇൻറ്റു 100, വീണ്ടും mm ആക്കാൻ വേണ്ടി ഇൻറ്റു 10. അപ്പൊ മൊത്തം 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 മീറ്റർ എന്തായി, 2000 mm എന്നായി. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ 1/200 എന്ന് കിട്ടും, അല്ലെങ്കിൽ 1:200 എന്ന് കിട്ടും. അപ്പോൾ 2 മീറ്റർ നീളമുള്ള ഒരു ഒബ്ജക്റ്റ് 10 mm ആയി ഡ്രോയിങ് ഷീറ്റിൽ വരച്ചാൽ അതിന്റെ സ്കെയില് 1:200 ആണ്, അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ 1:200 ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ വെർനിയർ ദ ലെങ്ത് ഓഫ് 9 ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ ഈസ് ഡിവൈഡഡ് ഇൻടു 10 ഡിവിഷൻ. ഈച്ച് ഡിവിഷൻ ഓഫ് ദ വെർനിയർ ഈസ്. ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം മെയിൻ സ്കെയിലിൽ 9 ഡിവിഷനെ വെർനിയർ സ്കെയിലിൽ 10 ഡിവിഷനാക്കി മാറ്റിയിട്ടുണ്ട്. ശരിക്കും മനസ്സിലാക്കുക, ഒരു വെർനിയർ കാലിപ്പർ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വെർനിയർ എടുക്കുകയാണെങ്കിൽ ആ വെർനിയറിൽ ഒരു മെയിൻ സ്കെയിലും ഉണ്ടാവും, അതേപോലെ തന്നെ വെർനിയർ സ്കെയിലും ഉണ്ടാവും. മെയിൻ സ്കെയിലിന്റെ ഡിവിഷനെ വീണ്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ വെർനിയർ സ്കെയിൽ ഉപയോഗിക്കുക. അപ്പൊ മെയിൻ സ്കെയിലിൽ 9 ഡിവിഷനുകളെ എന്ത് ചെയ്തിട്ടുണ്ട്, വെർനിയർ സ്കെയിലിൽ 10 ഡിവിഷനാക്കി മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വെർനിയറിലുള്ള ഒരു ഡിവിഷൻ എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ഇവിടെ നോക്കൂ, മെയിൻ സ്കെയിൽ റീഡിങ്ങിൽ 9 ഡിവിഷനാണുള്ളത്. അത് എന്തിന് ഈക്വൽ ആണ് എന്നാണ് ഇവിടെ പറയുന്നത്, അതിനെ എന്താക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 10 വെർനിയർ സ്കെയിൽ റീഡിംഗ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ 9 = 10 എന്ന് കൊടുക്കാം. ഇനി വെർനിയർ സ്കെയിലിൽ എത്രയാണ് ഒരു ഡിവിഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, 9/10 ചെയ്യണം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 9/10. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഏരിയ ഓഫ് എ ബിൽഡിംഗ് അറ്റ് ദ പ്ലിന്ത് ലെവൽ എക്സ്ക്ലൂഡിംഗ് ദ ഏരിയ ഓഫ് ഓപ്പൺ പോർച്ചസ്. ഓപ്പൺ പോർച്ചുകൾ കൺസിഡർ ചെയ്യാതെ എടുക്കുന്ന പ്ലിന്ത് ലെവലിൽ എടുക്കുന്ന ഏരിയ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഇതിന്റെ ആൻസർ എന്താണ്, പ്ലിന്ത് ഏരിയ ആണ് അല്ലെ. പ്ലിന്ത് ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യാറില്ല, ഓപ്പൺ പോർച്ചുകൾ കൺസിഡർ ചെയ്യാറില്ല. ഇനി ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്ലിന്ത് ഏരിയയിൽ വാളിന്റെ ഏരിയ കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, ഫ്ലോർ ഏരിയ. ദെൻ വാട്ട് ഈസ് സർക്കുലേഷൻ ഏരിയ, നമുക്ക് ഒരു ബിൽഡിങ്ങിൽ ആളുകളുടെ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൂവ്മെന്റിന് വേണ്ടി ആവശ്യമായിട്ട് എടുക്കുന്ന സ്പേസ് ഏരിയ, അതിനെയാണ് സർക്കുലേഷൻ ഏരിയ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ സ്റ്റെയർ, റാമ്പ് ഒക്കെ എന്താണ്, വെർട്ടിക്കൽ സർക്കുലേഷൻ ഏരിയയാണ്. വരാന്ത, പാസേജ് ഒക്കെ ഹൊറിസോണ്ടൽ സർക്കുലേഷൻ ഏരിയയാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്, സർക്കുലേഷൻ ഏരിയയാണ്. ഇനി വാട്ട് ഈസ് കാർപ്പറ്റ് ഏരിയ. കാർപ്പറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ ലിവബിൾ ഏരിയ ആണ്, അല്ലെങ്കിൽ ലെറ്റബിൾ ഏരിയ എന്നൊക്കെ നമ്മൾ പറയും. ഒരു ബിൽഡിംഗ് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ആവശ്യം നിറവേറപ്പെടുന്ന ഏരിയനെയാണ് നമ്മൾ കാർപ്പറ്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ലൊക്കേഷൻ ഓഫ് എ ബെഡ്റൂം ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഈസ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ ബെഡ്റൂമിന്റെ ലൊക്കേഷൻ എവിടെയാണ് വരേണ്ടത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ പലർക്കും ഇതിലൊരു സംശയം ഉണ്ടാവും, ഇത് വാസ്തുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടുണ്ടോ, എവിടെയാണ് റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ എക്സാക്ട് ലൊക്കേഷൻ ഒരിക്കലും ബെഡ്റൂമിന്റെ പറയുന്നില്ലല്ലോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സയന്റിഫിക്കലി ആണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിട്ടുള്ളത്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ ബെഡ്റൂമിന്റെ സ്ഥാനം അല്ലെങ്കിൽ ബെഡ്റൂമിന്റെ ഡയറക്ഷൻ എവിടെയാണ് വരേണ്ടത്. അപ്പൊ നമ്മൾ ചില ആസ്പെക്റ്റുകൾ കൺസിഡർ ചെയ്യുക. ഒരു ബെഡ്റൂം എടുക്കുകയാണെങ്കിൽ ആ ബെഡ്റൂമിൽ നല്ല ലൈറ്റ് ഉണ്ടായിരിക്കണം, അതേപോലെ തന്നെ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. പ്രത്യേകിച്ച് വിൻഡ് ഡയറക്ഷൻ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബെഡ്റൂം ലൊക്കേറ്റ് ചെയ്യാറുള്ളത്. ഇനി നമ്മൾ പറയും ചിലപ്പോൾ കന്നിമൂലയിൽ വെക്കാൻ പാടില്ല, ടോയ്ലറ്റുകൾ വരാൻ പാടില്ല. അപ്പൊ പക്ഷെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കന്നിമൂലയിൽ ബെഡ്റൂം ഒക്കെ കൊണ്ടു വെക്കാറുണ്ട്. എവിടെയാണ് കന്നിമൂല എന്ന് പറയുന്നത്? കന്നിമൂല എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. എന്ത്, കന്നിമൂല എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. അവിടെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ബെഡ്റൂം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്നാൽ ആപ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഒരു എഞ്ചിനീയറിംഗ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെഡ്റൂമിന്റെ ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് അത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനോ അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനോ ആണ്. ഇപ്പൊ ഇവിടെ സൗത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞത് എന്തുണ്ട്, ഓപ്ഷനിലുണ്ട്. അതുകൊണ്ട്
ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ വരിക. ഓക്കെ, അപ്പോൾ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലും കൊടുക്കാം, അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലും നമുക്ക് ഇതിന്റെ ഡയറക്ഷൻ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്കറിയാം സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിലാണ് എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. സൗത്ത് വെസ്റ്റ് ഡയറക്ഷനിലും ഇതേപോലെ തന്നെ സൺസെറ്റിന്റെ സമയത്ത് എന്ത് ചെയ്യും, കൂടുതലായിട്ട് വെളിച്ചത്തേക്ക് കടത്തിവിടും. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് വരാതിരിക്കാൻ വേണ്ടി സാധാരണ വരാന്തായോ അല്ലെങ്കിൽ പാസേജ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, അവിടെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇന്ന സ്ഥലത്ത് മാത്രമേ ബെഡ്റൂം വരാൻ പാടുള്ളൂ എന്ന് പറയാൻ പാടില്ല. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ എന്ത് ചെയ്യാറ്, ബെഡ്റൂം പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ബെഡ്റൂം പ്രൊവൈഡ് ചെയ്യുമ്പോൾ യൂഷ്വലി അത് സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ നോക്കുക. ഇത് ഒരു എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റ് ആണ് ഡയറക്ഷന്റെ. ഇവിടെ തന്നെ വന്നോളണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് എന്താണ് ലൊക്കേഷൻ നോക്കുമ്പോൾ കൂടുതലായിട്ടും സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷനാണ് നമ്മൾ പറയേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.